ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ മച്ചമാരെ, ഞാനിന്ന് നമ്മളെ ഫൗണ്ടേഷൻ സൈറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ട് ഫൗണ്ടേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, എത്ര കനത്തിലാണ് ചെയ്യുന്നത്, ഏത് മെറ്റൽ ഉപയോഗിച്ചാൽ ചെയ്യുന്നത് എന്നുള്ള ഇന്നലെ പറഞ്ഞില്ല. അപ്പോൾ ആ ഒരു വിശേഷമായിട്ടോ നമ്മൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതല്ലേ, നമ്മളെ മച്ചന്മാർ കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റായി കോൺക്രീറ്റ് തുടങ്ങിയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ മിഷീൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ കേൾക്കാം. അപ്പോൾ പതിവ് പോലെ തന്നെ നമ്മൾ എപ്പോൾ പറയുന്ന പോലെ തന്നെ നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഫസ്റ്റ് നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് അറിയുന്നത് നമ്മളൊന്ന് സപ്പോർട്ട് അറിയിക്കുക. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലിട്ട് പോകട്ടോ. നമ്മൾ കോൺക്രീറ്റ് തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മളിടുന്ന റേഷ്യോ എന്ന് പറഞ്ഞാൽ പിന്നെ 1.5 ഇഞ്ചിൻ്റെ മെറ്റൽ നമ്മൾ 5 കൊട്ട, അതുപോലെ തന്നെ മെറ്റൽ സാധാരണ മെറ്റൽ നമ്മൾ 2 കൊട്ട, 4 കൊട്ട എംസാൻഡ്, ഒരു ഹാഫ് ചാക്ക് സിമൻറ്റ്. ഇതാണ് നമ്മൾ PCCയിൽ ഉപയോഗിക്കുന്ന റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ആ കോൺക്രീറ്റ് നമ്മൾ നേരെ ഇങ്ങനെ ഓരോരോ കുണ്ടിലും 10 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ ഇങ്ങനെ കൊണ്ടുപോയതിന് ശേഷം ഇടിമുട്ടി വെച്ചിട്ട് നമ്മൾ ഇടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നല്ല ടൈറ്റാക്കി ഇടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇടിമുട്ടി വെച്ച് ഇങ്ങനെ ഇടിച്ചെടുത്ത് ലെവലാക്കി എടുക്കണം. ആ കാണുന്ന പോലെ ഫുള്ള് ലെവലാക്കി എടുക്കും കേട്ടോ. ഇങ്ങനെ പിന്നെ 10 സെൻറ്റി നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ഹൈറ്റ് മനസ്സിലാക്കുന്നത് വെച്ചാൽ, ഇവിടെ വെക്കുന്ന അമലിൻ്റെ കയ്യിൽ ഒരു കമ്പിയില്ല കേട്ടോ. കമ്പിയുണ്ട്, നമ്മളിങ്ങനെ കുത്തി നോക്കും. അതിൻ്റെ മേലെ നമ്മൾ തോൾ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അടിയിൽ 10 സെൻറ്റി ആയിട്ടുള്ള ഒരു തോൾ സെറ്റാക്കിയിട്ടുണ്ട്. ഓ മാട്ടി ഗിരേഗാത്ത മുഷ്കിലേഗാ ഭായ്, സീതാ ഇതേക്കെ കേട്ടാലോ, മാട്ടി ഗിരേഗ മുഷ്കിലേ. ആ തോൽ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഹൈറ്റ് കുത്തി നോക്കും കേട്ടോ. കേട്ടോ, ഇങ്ങനെ കുത്തി നോക്കും മണ്ണുമായിട്ട്. അപ്പോൾ കുറവുള്ള സ്ഥലത്ത് നമ്മൾ ഇടിച്ച് വീണ്ടും നമ്മൾ പടന്നുകൊണ്ട് കംപ്ലീറ്റ് തട്ടി ലെവലാക്കി എന്ത് ചെയ്യും, ഇടിമുട്ടി വെച്ച് ഇടിച്ച് ലെവലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ എന്നിട്ട് നാളെ നമ്മൾ ഈ കാണുന്ന പോലെ നമ്മളെ നെറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ച് സെറ്റപ്പാക്കി എടുത്തിട്ട് ഫില്ലർ കാര്യങ്ങളൊക്കെ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നാളെ അതെങ്ങനെ വെക്കുന്നതൊക്കെ നാളത്തെ നമ്മളെ വീഡിയോയിൽ കാണിക്കട്ടെ, എങ്ങനെയാണ് നമ്മൾ ഫില്ലറിൽ ഫൗണ്ടേഷൻ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ പില്ലറിൻ്റെ കുഴിയിൽ മാത്രമാണ് എന്തുള്ളൂ നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളൂ. അത് ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ കുയ്യാട്ട ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ കരിങ്കല്ലുകൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ മിഡിൽ പോർഷൻ നമ്മൾ കരിങ്കല്ലുകൊണ്ടുള്ള ഫൗണ്ടേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതേപോലെ അവിടെ, അപ്പോൾ ഇത് ലിങ്ക് ചെയ്യാനുള്ളതാണ്. ഇത് തമ്മിൽ ലിങ്ക് ചെയ്യാനുള്ള, കാരണം ഇത്ര ഹൈറ്റിൽ നമുക്കൊരു ബെൽറ്റ് കൊടുക്കാനുണ്ട്. അപ്പോൾ അത് ബെൽറ്റ് കൊടുക്കുന്നതിൻ്റെ മേലെ ചുമര് കാര്യങ്ങളൊക്കെ വരാനുള്ള കേട്ടോ. അപ്പോൾ അതിൻ്റെ ചുമര് വരാനുള്ള അടിയിലുള്ള ബെൽറ്റ് നമ്മൾ ഈ പിന്നെ പില്ലറിൻ്റെ ടോപ്പിലേക്ക് കരിങ്കല്ല് വെച്ചിട്ടാണ് മിഡിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മിഡിൽ ഭാഗത്ത് എന്ത് ചെയ്തിട്ടില്ല, കോൺക്രീറ്റ് നമ്മൾ ചെയ്തിട്ടില്ല, എവിടെയും കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ ഈ ഭാഗത്തും അതേപോലെ തന്നെയാണ്, അവിടെയും കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. പില്ലറിൻ്റെ കുഴിയിൽ മാത്രമാണ് എന്ത് ചെയ്തിട്ടില്ല നമ്മൾ കോൺക്രീറ്റ് ഇപ്പോൾ ചെയ്തെടുക്കുന്നില്ല. അപ്പോൾ ഉണ്ടോ ഇങ്ങനെ കറക്റ്റായിട്ട് 10 സെൻറ്റിൻ്റെ ഒരു കുത്തി കറക്റ്റായി 10 സെൻറ്റിന് അങ്ങനെ കുത്തി നോക്കും കേട്ടോ. അങ്ങനെ കുത്തി നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ലെവലിൽ നിന്ന്. പിന്നെ കംപ്ലീറ്റ് ഇതിലേക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് വന്ന് അടിയിൽ വെള്ളം ഒഴിച്ച് അതിന് ശേഷമാണ് കോൺക്രീറ്റ് ഇങ്ങനെ കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ബാക്കി ഓരോരോ കുണ്ടിലിടുന്നതിനനുസരിച്ചുള്ള ഓരോരോ വിശേഷങ്ങൾ ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. മൊത്തം ഇങ്ങനെ നനച്ചെടുക്കണം ആ അടിഭാഗം. ഇതിന് ശേഷം മാത്രമേ കോൺക്രീറ്റ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഗായ്സ്, നമ്മൾ കംപ്ലീറ്റ് കുഴിയിൽ നമ്മൾ 1.5 ഇഞ്ചിൻ്റെ PCC ഇട്ട് കഴിഞ്ഞിട്ടാ. അപ്പോൾ മിഷൻ അവിടെ കഴിയുന്നുണ്ട് കേട്ടോ, മിഷൻ അവിടെ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മളെ പണിക്കാർ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ കാണുന്ന പോലെ നെറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ നേരെ കുണ്ടിലിറക്കി കേട്ടോ. കാരണം ഇതൊക്കെ രാവിലെ ചെയ്ത് കഴിഞ്ഞ കോൺക്രീറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് നമ്മൾ നെറ്റ് ഇങ്ങനെ കുണ്ടിൽ ഇറക്കി അതിൻ്റെ അടിയിൽ കവറിങ് കട്ട വെച്ചിട്ടുണ്ടോ, കംപ്ലീറ്റ് ഇങ്ങനെ കവറിങ് കട്ട വെച്ച് സെറ്റപ്പ് ആക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഇനി കമ്പി കൊണ്ടുപോകും കേട്ടോ. അതായത് പില്ലറിൻ്റെ കമ്പി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കെട്ടി വെച്ചിരിക്കുന്ന പില്ലർ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവെക്കും. അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ നെറ്റിന് കംപ്ലീറ്റ് കവറിങ് കാര്യങ്ങളൊക്കെ വെച്ച് എവിടെയും മണ്ണോട് തൊടാതെ എല്ലാം സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടോ, ഈ കാണുന്ന പോലെ ഓരോ കമ്പിയും പൊന്തിച്ച് നമ്മൾ ഗായ്സ് നമ്മളിതാ പില്ലർ ഇങ്ങനെ ഓരോന്നോരോന്നെടുത്ത് നമ്മളെ കുഴിയിൽ ഇങ്ങനെ കൊണ്ടുവച്ചിട്ടാ. ഇങ്ങനെ ഓരോന്നോരോന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇനി നാളെ നമുക്ക് നൂല് കെട്ടാനായിട്ടാണ്. ഓരോ പില്ലറിൽ എങ്ങനെയാണോ പില്ലർ വേണ്ടത് അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനെന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇവിടുന്ന് ഇങ്ങനെ പ്ലെയിൻ നോക്കിയിട്ട് എങ്ങനെയാണോ വേണ്ടത് അതനുസരിച്ച് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ऐसा हाँ उसका सेम वाला आगे वाला देखो हाँ സെയിം വാല ഓ ബി സെയിം കേട്ടാ. അപ്പോൾ ഞാനിവിടുന്ന് ഇങ്ങനെ ഓരോ എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് പ്ലെയിൻ നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. घुमाना ऐसा वाला है टी सीधर है हाँ हाँ. അപ്പോൾ ഇങ്ങനെ കണ്ട ഇവിടുന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ, എങ്ങനെയാണ് വെക്കേണ്ടതെന്നുള്ള
അപ്പോൾ ബാക്കിയുള്ള ഇനിയിപ്പോൾ നാളെ നൂല് കെട്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ട് തൂക്കിട്ട് മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ അടിയിൽ തൂക്കിൽ നിപ്പിക്കുന്നത് ഫില്ലർ. ജസ്റ്റ് നമ്മൾ അന്തർ ജാത്തേ ആ ചാവലോ. അപ്പോൾ ഇവര് മറ്റേ കോങ്കൻ്റെ പണിക്കാർ അവിടെ ചോറ് വയ്ക്കുന്നുണ്ട്. ഇവര് ചോറ് വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു താഴത്തെ മൊത്തം ഇട്ടിട്ട് നിങ്ങൾ ചോറ് വെച്ചോന്ന് പറഞ്ഞാൽ റെഡി സെയിമേ. ഓ കുട്ടാളെ കറന്ന ചായ ഏ വാല ആ वो 30 का 40 का ना सीवन किधर है? അപ്പോൾ രാവിലെ തന്നെ നമ്മളെ പേപ്പറും ടേപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞിട്ടാ നമ്മൾ രാവിലെ അളവ് വെച്ച് തുടങ്ങി. നമ്മളെ പില്ലർ ഇങ്ങനെ 2 ടീം ആടുന്ന എന്താക്കുന്നുണ്ട്, പില്ലർ സ്ട്രെയിറ്റ് ആക്കി വെക്കുന്നുണ്ട്. പിന്നെ ബാക്കി 2 ടീം അളവ് വെച്ച് നൂല് കെട്ടുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ഓരോ പ്ലാൻ നോക്കിയിട്ട് അളവ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവൾ ഒരു എന്തെന്ന് വെച്ചാൽ കുറ്റി അടിച്ച് നൂല് കെട്ടി എങ്ങനെയാണോ ഫില്ലർ വേണ്ടത് ആ ഒരു രീതിയിൽ ഫില്ലർ നമ്മൾ ഇന്നലെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഫില്ലർ നമ്മൾ സ്ട്രെയിറ്റ് ആക്കി വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങനെയാണ് ഫില്ലർ തൂക്കിൽ വെക്കുന്നതെന്നുള്ള കാര്യങ്ങളും അതുപോലെ അങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി വീഡിയോയിലോട്ട് പോട്ടോ. 6 सेंटी मुश्किल है? हाँ मुश्किल है तो फर्स्ट वाला चेक करना चाहिए. कितना चाहिए ना? 6 मीटर 80 10 मीटर 686 696 10 സെന്റ് ഞാൻ ടേപ്പ് ഇങ്ങോട്ട് ഇട്ട് പിടിക്കും കേട്ടോ. റെഡിയാ? ആ പിന്നെന്താ പ്രശ്നം വന്നേ? ഒന്ന് ഇതിന്റെ ലാസ്റ്റ് ഇവിടെ പിടിച്ചോക്ക്, ഈ കുറ്റീൻ്റെ അടുത്ത് ഇവിടെ പിടിച്ചോക്ക്. 86 ഇത് വരാന്ത കേട്ടോ. ഈ ഒരു ഭാഗം ഇനി വരാന്ത, ഈ നൂലിന് വന്ന് ഇങ്ങോട്ട് വരുന്ന വരാന്ത. ഇത് ഒരു ബെഡ്റൂം. അപ്പോൾ അതൊക്കെ മനസ്സിലാണെന്നുണ്ടെങ്കിൽ ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മൾ കെട്ടി എടുക്കുന്ന സമയത്ത് മാത്രം മനസ്സിലാവുള്ളൂ കേട്ടോ. ഇപ്പം നമ്മൾ ഫുള്ള് ഫില്ലർ വെക്കുന്നുണ്ട്, അങ്ങനെ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ മച്ചന്മാരെ നമ്മൾ നേരെ കെട്ടി നേരെ നമ്മൾ താഴത്തെ പറമ്പിലെത്തിട്ടാ. അവിടെയൊക്കെ ഫുള്ള് നേരെ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഈ കോർണറിൽ നൂല് കാര്യങ്ങൾ കെട്ടി ഇപ്പോൾ താഴത്ത് ഇങ്ങനെ കെട്ടി കൊടുക്കുന്നത്. ഇനിയിപ്പോൾ 2 കെട്ടും കൂടി കെട്ടിക്കഴിഞ്ഞാൽ എന്തായെന്ന് വെച്ചാൽ നമ്മളെ ഗതിവിധം നൂല് പിന്നെ എന്താവും കെട്ടിക്കഴിയും. അതുപോലെ അവിടെ ഒരു നെറ്റ് ഇന്നലെ പോകുന്നില്ലായിരുന്നു, കാരണം ചെറിയതായത് മണ്ണ് ഒന്ന് കട്ട് ചെയ്യാനുണ്ടായിരുന്നു. മേൽഭാഗം താഴത്ത് റെഡിയാണ്, മേൽഭാഗം കട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ മേൽഭാഗം എന്ന് വെച്ചാൽ കറക്റ്റ് നെറ്റ് അങ്ങ് താവുന്നില്ല. അടിയിലെത്തിയാൽ താവും, പക്ഷേ മേലെത്തി താവില്ല. അപ്പോൾ അത് അങ്ങനെ അവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞില്ല എന്താ ഇതിലൊക്കെ 2 ഫില്ലറാണ്. എന്താ ഇങ്ങനെ 2 ഫില്ലറാണ് വരുന്നത്. 2 ഫില്ലറിൻ്റെ അളവ് ഇവിടെ 2 നൂല് ഈ ഒരു കുഴിയിൽ തന്നെ കെട്ടിയിട്ടുണ്ട്. അതുപോലെ കാല് കാര്യങ്ങളൊക്കെ നല്ല കറക്റ്റായിട്ട് നമ്മളെ മധ്യത്തിൽ തന്നെയാട്ടോ വരിക. നമ്മളെ കുഴീൻ്റെ മധ്യത്തിലായിട്ട് കറക്റ്റ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കാണിക്കുന്ന സമയത്ത് കറക്റ്റ് നമ്മളെ കുഴീൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ കുഴിക്ക് നമ്മൾ അളവ് വെക്കുന്ന കറക്റ്റ് ആയാൽ മാത്രമാണ് നമ്മൾ ഈ ഒരു എന്തുണ്ടാവുള്ളൂ, ഫില്ലർ കറക്റ്റ് സെൻറ്റർ പൊസിഷനിൽ വരുള്ളൂ കേട്ടോ. ഇല്ലാതുണ്ടെങ്കിൽ പിന്നെ അളവ് വെക്കുന്ന സമയത്ത് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഫില്ലർ കുഴീൻ്റെ ഒരു കോണിലോ കാര്യങ്ങളിലൊക്കെ ആയിപ്പോൾ. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് വെക്കേണ്ട ഒരു പണിയാണ് നമ്മൾ ഈ പറയുന്ന ഫില്ലറിൻ്റെ കുഴിക്ക് അളവ് വെക്കുന്ന സമയം. നൂല് നമുക്ക് പെട്ടെന്ന് മാർക്ക് ചെയ്ത് എടുക്കാൻ പറ്റും അളവ് വെച്ചിട്ട്. പക്ഷേ കുഴി പില്ലറിൻ്റെ വണ്ണം നോക്കണം. പില്ലറിൻ്റെ മധ്യത്തിൽ ചില ആൾക്കാർ പില്ലറിൻ്റെ മദ്യം വെച്ചിട്ട് അതിന് അപ്പുറം ഇപ്പുറം ചെയ്യുന്നുണ്ട്. പില്ലറിൻ്റെ വണ്ണം വെച്ചിട്ട് നമ്മൾ മാർക്കുന്ന സമയത്ത് നമ്മൾ എത്രയാണോ കുഴീൻ്റെ കാലിൽ നമ്മൾ പില്ലറിൻ്റെ കാല് കൊടുക്കുന്നത്, അപ്പോൾ കാലിൻ്റെ ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ 50 സെൻറ്റിമീറ്റർ കേട്ടോ. അപ്പോൾ 50 സെൻറ്റിമീറ്റർ 2 കാല് എന്ന് പറയുമ്പോൾ 1 മീറ്റർ പിന്നെ പില്ലറിൻ്റെ വണ്ണം 20, അങ്ങനെ 1,20 ഉണ്ടാവും. 1,20 എന്ന് പറയുമ്പോൾ നമ്മൾ വീതി കൊടുത്തിരിക്കുന്നത് 1,40 കേട്ടോ. കാരണം 10 സെൻറ്റിമീറ്റർ കവറിങ്, അപ്പുറ സൈഡിൽ 10 സെൻറ്റിമീറ്റർ കവറിങ്, ഇപ്പുറ സൈഡിൽ 10 സെൻറ്റിമീറ്റർ കവറിങ്, അങ്ങനെ 1,40 നമ്മളൊരു പില്ലറിൻ്റെ പിന്നെ വീതി കൊടുത്തിരിക്കുന്നത് കാലിൻ്റെ വണ്ണം വെച്ചിട്ട്. പിന്നെ 40 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ പില്ലറെങ്കിൽ 40ഉം ഇതിൻ്റെ നേരത്തെ പറഞ്ഞ 1,20 അതും കൂടി കൂട്ടിയിട്ടായിരിക്കും വീതി വരുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ വെക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ പില്ലറ് കറക്റ്റ് ഇതിൻ്റെ മധ്യത്തിൽ വരുന്നത്. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ഇതിപ്പോൾ
ഇവിടുന്ന് ഒരു 55 സെൻറ്റിമീറ്റർ തള്ളിച്ചിട്ട് ഒരു ചുമര് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ചുമരിന് എന്തായാലും നമ്മൾ താഴത്തുനിന്ന് കുയ്യാട്ടിട്ട് കൊണ്ടുവരണം. പിന്നെ ഈ ബെൽറ്റ് ഇങ്ങനെ നീട്ടി അടിക്കുക ചെയ്യുന്നത്, തള്ളിച്ച് വരുന്നുണ്ട് ചെറിയ ഈ ഒരു ചുമരിൻ്റെ മുകളിൽ നിന്ന്. ഇവിടെ ഇത് പില്ലറിൻ്റെ ഒരു മൂലയാണ് വരുന്നത്. ഇവിടുന്ന് 55 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് തള്ളിച്ചായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ പ്ലാനിൽ കാണിച്ചു തരാം. അപ്പോൾ പ്ലാനിൽ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവും കേട്ടോ. ഇതുണ്ടോ, കാണുന്നുണ്ടോ? ഈ ഫില്ലർ കിടക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ആ 55 സെൻറ്റിമീറ്റർ ആണ് തള്ളിച്ച. അപ്പോൾ ആ ഒരു തള്ളിച്ചക്ക് നമ്മളെന്തായാലും കുയ്യാട്ട നമ്മൾ ഇടണം. അപ്പോൾ അതിന് നമ്മൾ ഇപ്പം തന്നെ അതിൻ്റെ ഫൗണ്ടേഷൻ കൂടി ഇവിടെ ചെയ്യുന്നത്. ബാക്കി ഇതിൻ്റെ മേലെ വെച്ചിട്ട് കെട്ടിയാൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കുഴിക്ക് ലേശം വീതി കൂടുതൽ കേട്ടോ.